2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ചുകൊണ്ട് കൃത്യമായി മൂന്നാം വട്ടവും അധികാരത്തിലെത്തുവാനുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിട്ടാണ് CPM ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് UDFിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ജനസ്വീകാര്യതയുള്ള നേതാക്കളെ സ്ത്രീ പീഡകരായും സ്ത്രീ വിരുദ്ധരായും ചിത്രീകരിച്ച് മോശക്കാരാക്കുക എന്നതാണ്. ഈ തിരക്കഥയുടെ ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്നതെന്ന് ഈ ഘട്ടത്തിൽ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുലിന് പിന്നാലെ ഇത്തരമൊരു അപവാദ ആരോപണങ്ങളുടെ നിഴലിൽ ഷാഫിയെ നിർത്തുവാനും CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായിട്ട് ഏറെ ദിവസങ്ങളായിട്ടില്ല. എന്നാൽ ജനകീയ പ്രതിരോധത്തിന് മുന്നിൽ ഈ നീക്കം പാളിപ്പോകുകയായിരുന്നു. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ചാനൽ ചർച്ചകളിലെ മിന്നും താരമായ ഡോക്ടർ ജിൻഡോ ജോണിനെ മറ്റൊരു രീതിയിൽ ഒരു സ്ത്രീ വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ടും സംശയനിഴലിൽ നിർത്തുവാൻ CPMന്റെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായതും നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ ഇതേ ശൈലിയിൽ തന്നെ വീഴ്ത്താൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു നേതാവ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ തന്നെയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം VD സതീശന്റെ നേതൃശൈലിയിൽ UDFും കോൺഗ്രസും ഉണ്ടാക്കുന്ന മുന്നേറ്റം അവരുടെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. സതീശന്റെ നേതൃത്വത്തിൽ നടന്ന മികച്ച പ്രചരണ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒടുവിൽ നിലമ്പൂരും വലിയ വിജയം നേടുവാൻ UDFന് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സതീശനെ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏതു വിധേനയും കോൺഗ്രസിന്റെ തല അടിച്ചു വീഴ്ത്തുക എന്ന തന്ത്രവുമായി CPM മുന്നോട്ട് പോവുകയാണ്. സ്ത്രീകളെ മുന്നിൽ നിർത്തി തന്നെയാണ് സതീശനെതിരെയുള്ള CPM നീക്കങ്ങളുടെയും ചുക്കാൻ എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. സതീശൻ നീണ്ട 25 വർഷക്കാലമായി പ്രതിനിധീകരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പറവൂർ നിയോജക മണ്ഡലത്തെയാണ്. 1996 തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയ VD സതീശൻ 1100ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ആ മണ്ഡലത്തിൽ ഉറച്ചു നിന്ന് പ്രകടനവുമായി മുന്നോട്ട് പോയ VD സതീശൻ 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ 7000ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആദ്യമായി വിജയിച്ച് നിയമസഭയിൽ എത്തുകയും ചെയ്തു. പിന്നീട് 2006 തെരഞ്ഞെടുപ്പിലും ഇതേ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുവാൻ VD സതീശന് സാധിച്ചു. പിന്നീട് 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം പറവൂരിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ സതീശനെ ഏതു വിധേനയും വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇടതുമുന്നണി രംഗത്തിറക്കിയത് CPIയുടെ മുതിർന്ന നേതാവും ആദർശധീരനുമായ പന്ന്യൻ രവീന്ദ്രനാണ്. എന്നാൽ ആദ്യമായി തന്റെ ഭൂരിപക്ഷം 10,000-അപ്പുറത്തേക്ക് ഉയർത്തുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശന് സാധിച്ചു. പന്ന്യൻ രവീന്ദ്രനെ 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് VD സതീശൻ മൂന്നാം തവണയും നിയമസഭയിലെത്തുന്നത്. പിന്നീട് 2016 2021 ശക്തമായ ഇടത് തരംഗമുണ്ടായിട്ടും VD സതീശന്റെ പറവൂരിലെ ഭൂരിപക്ഷം കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2016 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച VD സതീശൻ 2021 തന്റെ ഭൂരിപക്ഷം 21,000-ലധികം വോട്ടുകളായി ഉയർത്തുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ സതീശനെ വീഴ്ത്തുവാൻ CPI സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ല എന്നൊരു മുൻവിധിയും ഇപ്പോൾ CPMനുണ്ട്. അതിനാൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശനെ പരാജയപ്പെടുത്തുവാനായി CPIയിൽ നിന്ന് ഈ മണ്ഡലം ഏറ്റെടുക്കുവാൻ CPM ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ മണ്ഡലം ഏറ്റെടുത്ത് CPMന്റെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ സതീശനെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന തന്ത്രങ്ങളാണ് അവരിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം VD സതീശനെ സംബന്ധിച്ച് രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളായിരുന്നു. എവർക്കും അറിയാവുന്നതുപോലെ VD സതീശന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ ശിഷ്യൻ കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഞാനും എൻ്റെ പിള്ളാരുമെന്നാണ് VD സതീശൻ തന്നെ ഷാഫിയെയും രാഹുലിനെയും തന്നെയും അടങ്ങുന്ന ടീമിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ രാഹുലിനെതിരെ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ രാഹുലിനെതിരെ ആദ്യം വെടിപൊട്ടിച്ചത് VD സതീശന്റെ കുടുംബവുമായി ഏറെ അടുപ്പമുള്ള പറവൂർ മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ വോട്ടർ കൂടിയായ റിനി ആൻഡ് ജോർജ് എന്ന വാർത്താ അവതാരകയും സിനിമാ നടിയുമായ പെൺകുട്ടിയാണ്. അവർ തൻ്റെ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞൊരു ഭാഗം VD സതീശനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. രാഹുലിനെതിരെയുള്ള പരാതികൾ താൻ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനുശേഷവും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് വീണ്ടും വീണ്ടും പദവികൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും റിനി വെളിപ്പെടുത്തിയപ്പോൾ എല്ലാ സംശയവും നീണ്ടുനിന്നത് VD സതീശന് നേരെയായിരുന്നു. കാരണം സതീശന് ആ കുടുംബവുമായി ബന്ധമുണ്ട്, റിനി പറവൂരിലെ വോട്ടറാണ്. അതുകൊണ്ട് തന്നെ റിനി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനോട് രാഹുലിനെതിരെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും സതീശനോടായിരിക്കും എന്ന രീതിയിലുള്ളൊരു ആഖ്യാനമാണ് ഈ വിഷയത്തിൽ CPM കൈക്കൊണ്ടെടുത്തത്. എന്നാൽ രാഹുലിനെതിരെ കർശനമായ നിലപാട് VD സതീശൻ സ്വീകരിക്കുകയും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുവാനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുവാനും അദ്ദേഹം മുൻകൈ എടുക്കുകയും ചെയ്തതോടെ ഈ ആരോപണങ്ങളുടെ മുനയൊടി.
എങ്കിലും ഇവിടെയും വി ഡി സതീശന് ചില നഷ്ടങ്ങളുണ്ടായി. രാഹുലിനെതിരെ ദ്രുതഗതിയിൽ കൈക്കൊണ്ടിട്ടുള്ള നടപടിയെക്കുറിച്ച് പാർട്ടി അണികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും വി ഡി സതീശനെ കുറിച്ച് എതിർപ്പുണ്ടാകുന്ന ഒരു ഘടകമായി അത് മാറുകയും സതീശന് നേരെ വലിയ സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ഇതിലൊന്നും കൂസാതെ കേരളം ഒരു അലക്കടൽ പോലെ ഇളകി വന്നാലും തന്റെ നിലപാടിൽ മാറ്റമുണ്ടാവില്ല എന്ന് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചതും നമുക്കറിയാം. എന്നാലും നമ്മളിവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഏറെ ഹൃദയവേദനയോടുകൂടി തന്നെയാവും താൻ ചേർത്ത് നിർത്തിയ ഒരു ചെറുപ്പക്കാരനെ സ്ത്രീപക്ഷവാദം ഉന്നയിക്കുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ പേരിൽ, സ്ത്രീകളുടെ മാന്യതയ്ക്ക് പാർട്ടി വില നൽകുന്നു എന്ന സന്ദേശം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഒരു തീരുമാനമെടുത്തു. എന്നിട്ടും അതിൻ്റെ പേരിൽ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. ഈ ഘട്ടത്തിലെല്ലാം ഇതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റി കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ CPM ശ്രമിച്ചിട്ടുണ്ട് എന്ന വസ്തുതയും നാം മറന്നു പോകരുത്. ഇപ്പോൾ മറ്റൊരു സ്ത്രീയെ മുന്നിൽ നിർത്തിയാണ് സതീശനെതിരെയുള്ള CPM കരുനീക്കങ്ങൾക്ക് ശക്തി പ്രാപിക്കുന്നത്. കേരള സമൂഹം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു പറവൂരിലെ CPM വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് എറണാകുളം ജില്ലയിലെ ഒരു CPM MLA അവരുടെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടിയെന്നും MLAയുടെ അടിവയർ ഈ വനിതാ നേതാവിൻ്റെ ഭർത്താവ് ചവിട്ടി കലക്കിയെന്നുമെല്ലാമുള്ള വാർത്ത. ഇവിടെയും CPM കൃത്യമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് സതീശനെ കെണിയിൽ വീഴ്ത്തുവാനാണ് ശ്രമിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPMന്റെ വനിതാ നേതാവും 2021 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായ പറവൂർ നിയോജക മണ്ഡലത്തിലെ KJ ഷൈൻ എന്ന വ്യക്തിത്വത്തെ ഒരു ഇരയായി ചിത്രീകരിക്കുന്നതിൽ CPM വിജയിച്ചു. ഇരയായി ചിത്രീകരിക്കുന്നതിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, ഷൈൻ തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും കേസെടുത്തതും ഒന്നാം പ്രതിയാക്കിയതും പറവൂരിലെ വി ഡി സതീശനോട് ഏറെ അടുത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവിനെ. ഇതിന് പിന്നാലെയാണ് വി ഡി സതീശന് ഈ അപവാദ പ്രചരണത്തിൽ പങ്കുണ്ട് എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഷൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ദുഃഖപുത്രിയായി പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴിതാ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ദിനത്തിൽ പറവൂർ മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ വോട്ടർമാരായ KJ ഷൈനെയും റിനി ആനിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു സ്ത്രീ പ്രതിരോധ സംഗമം നടത്തിയിരിക്കുകയാണ് CPM. ഈ ചടങ്ങിൽ ഉദ്ഘാടകയായി എത്തിയത് CPMന്റെ കേരളത്തിലെ ഏറ്റവും ജനസ്വീകാര്യതയുള്ള വനിതാ നേതാവായ KK ശൈലജ ടീച്ചറാണ്. അങ്ങനെ സതീശന്റെ തട്ടകത്തിൽ ഒരു വനിതാ പ്രതിരോധം നടത്തിക്കൊണ്ട് അതിൻ്റെ മുൻനിരയിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള 2 സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് സതീശനെ ഒരു സ്ത്രീ വിരുദ്ധനായി ചിത്രീകരിക്കുവാനുള്ള തന്ത്രവുമായിട്ടാണ് CPM ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ അപവാദ ചുഴിയിൽപ്പെടുത്തി വീഴ്ത്തിയെങ്കിൽ സതീശനെ തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിക്കുവാനാണ് CPM ആഗ്രഹിക്കുന്നത്. അതിനായി അവർ മുന്നിൽ നിർത്താൻ പോകുന്നത് ഒന്നുകിൽ KJ ഷൈൻ എന്ന CPMന്റെ വനിതാ നേതാവിനെ ആയിരിക്കും, അല്ലെങ്കിൽ റിനി ആൻ എന്ന സിനിമാ നടിയെ ആയിരിക്കും. ഈ രണ്ടുപേരും നേരത്തെ പറഞ്ഞതുപോലെ പറവൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ്. സ്ത്രീപക്ഷവാദം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ സൈബർ വേട്ട നേരിടുന്നു എന്ന പ്രതീതി CPM തന്നെ പടുത്തുയർത്തി നൽകിയിട്ടുള്ളവരാണ്. അതിനാൽ സ്ത്രീ വിരുദ്ധനായി വി ഡി സതീശനെ ചിത്രീകരിച്ചുകൊണ്ട് ഈ 2 സ്ത്രീകളിൽ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹത്തിന്റെ പരാജയം ഉറപ്പുവരുത്തുവാൻ കഴിയണമെന്ന ലക്ഷ്യത്തോടു കൂടി CPM മുന്നേറുകയാണ്. ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കാണ്. രാഹുലിന്റെ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് തെറ്റായി പോയി എന്ന് കണ്ട് തിരുത്തുവാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ CPMന്റെ നേതാക്കൾ പെണ്ണ് പിടിക്കാൻ ഇറങ്ങുമ്പോൾ, ആ വാർത്ത പുറത്തു വരുമ്പോൾ അതിനെയെല്ലാം രാഷ്ട്രീയ മാന്യതയുടെ പേരിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് പ്രചരണ ശൈലിയിൽ നിന്ന് പിന്നാക്കം പോയിക്കൊണ്ട് ഇത്തരത്തിലുള്ള CPMന്റെ നെറുകെട്ട നീക്കങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകിക്കൊണ്ട് നേരിടുവാനുള്ള ആർജവം കോൺഗ്രസും UDFും ഇനിയെങ്കിലും കാണിക്കേണ്ടതാണ്. വി ഡി സതീശനെ പെൺകണിയിൽ വീഴ്ത്തുവാനുള്ള, പെണ്ണുങ്ങളെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുവാനുള്ള CPMന്റെ നീക്കത്തെക്കുറിച്ച്, അല്ലെങ്കിൽ CPMന്റെ നിഗൂഢമായ തന്ത്രത്തെക്കുറിച്ചുള്ള ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.